Hello students, welcome back to Plus 2 Economics Online Classroom. എൻ്റെ എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? എല്ലാവരും പെട്ടെന്ന് റിമൈൻഡ് ചെയ്ത് പറഞ്ഞേ. യെസ്, ഡിമാൻഡ് അനാലിസിസ് അല്ലേ? എന്താണ് ഡിമാൻഡ്? ചോദനം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഫൈനലി ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്, ഒരു നിയമമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം. ലോ ഓഫ് ഡിമാൻഡ് എക്സാമിന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻസ് ദി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഓർ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഒരു സാധനത്തിൻ്റെ വിലയും ചോദനം ചെയ്യപ്പെടുന്ന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് ബന്ധത്തെ അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത ബന്ധത്തെ കാണിക്കുന്ന നിയമമാണ് ചോദന നിയമം. അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്, വെൻ other things remaining the same, price of a commodity increases, quantity demanded decreases, and price of a commodity decreases, quantity demanded increases. ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റ് ഘടകങ്ങൾ സ്ഥിരമായി നിൽക്കുമ്പോൾ, ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ചോദനം ചെയ്യപ്പെടുന്ന അളവ് കുറയുകയും സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ചോദനം ചെയ്യുന്ന അളവ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം. വളരെ സിമ്പിളാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? ഡിമാൻഡ് ഫംഗ്ഷൻ ഷോസ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻസ്. ചോദനവും ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചോദന ധർമ്മം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് QD equal to function of P, Y, PR, T എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓരോ വേരിയബിൾസും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും പഠിച്ചു. എന്തായിരുന്നു? QD എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ചോദനം ചെയ്യപ്പെടുന്ന അളവാണ്. F എന്താണ്? ഫംഗ്ഷൻ ആണ്. P എന്താണ്? പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, സാധനത്തിന്റെ വിലയാണ്. Y എന്താണ്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനമാണ്. PR എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് കൊമോഡിറ്റീസ്, ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ വില. എന്താണ് T? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങളും അഭിരുചിയും. ഓക്കെ. ഇൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, ഓൾ ദി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എക്സെപ്റ്റ് പ്രൈസ് ആർ കീപ്പിംഗ് കോൺസ്റ്റന്റ്. ചോദന നിയമപ്രകാരം ചോദനത്തെ നിർണ്ണയിക്കുന്ന വിലയൊഴികെയുള്ള ബാക്കി എല്ലാ ഘടകങ്ങളെയും സ്ഥിരമാക്കി നിലനിർത്തുന്നു അല്ലെങ്കിൽ സ്ഥിരമാക്കി വയ്ക്കുന്നു. അതായത് ഇത്രയും ഫാക്ടേഴ്സ്, പ്രൈസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിറ്റർമിനൻസിനെയും അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റന്റ് ആക്കി വയ്ക്കുന്നു. ദാറ്റ് ഈസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്, മറ്റെല്ലാ ഘടകങ്ങളെയും സ്ഥിരമാക്കി വയ്ക്കുന്നു. ദ ടേം അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് ഓർ സെയിം ഈസ് കോൾഡ് ആസ് സെറ്ററീസ് പാരിബസ്. ശ്രദ്ധിക്കണം, സെറ്ററീസ് പാരിബസ്. മറ്റെല്ലാ ഘടകങ്ങളെയും സ്ഥിരമാക്കി വയ്ക്കുന്നതിനെ പറയുന്ന ഒരു എക്കണോമിക് ടേം ആണ് സെറ്ററീസ് പാരിബസ്. ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രൈസിനെ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ലോ ഓഫ് ഡിമാൻഡിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദസ് ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് QD equal to F of P.
QD equal to F of P. That means quantity demanded is a function of price. ഒരു സാധനത്തിന്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവ് അതിന്റെ വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. That is, when other things remaining constant or same, price of a commodity increases. Price of commodity increases, quantity demanded decreases, and price of the commodity decreases, quantity demanded increases. ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായി നിലനിൽക്കുമ്പോൾ ഒരു സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ ചോദനം ചെയ്യപ്പെടുന്ന അളവ് കുറയുകയും സാധനത്തിന്റെ വില കുറഞ്ഞാൽ, ആരോ മാർക്ക് ശ്രദ്ധിക്കണം, കുറഞ്ഞാൽ ചോദനം ചെയ്യപ്പെടുന്ന അളവ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് ചോദന നിയമം. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട്, ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ വരും. എന്തുകൊണ്ടാണ് പ്രൈസ് ഒഴികെ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചത്? നോക്കിക്കേ, പ്രൈസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അതെന്തുകൊണ്ടാണ്? അതുപോലെ അങ്ങനെ കോൺസ്റ്റന്റ് ആക്കി വച്ചിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഈ രണ്ട് സംശയങ്ങൾ നിങ്ങൾക്ക് വരും. ഓക്കെ, ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ്. അങ്ങനെ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ സ്ഥിരമാക്കി വെച്ചിട്ടില്ലെങ്കിൽ, കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ചോദന നിയമം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഞാനും എൻ്റെ കൂട്ടുകാരനും മാർക്കറ്റിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോവാണെന്ന് വിചാരിക്കുക. മാർക്കറ്റിലെത്തിയപ്പോഴാണ് ആപ്പിളിന് വില വളരെ കുറവാണ്. ഞാൻ വില കുറവായതുകൊണ്ട് കൂടുതൽ ആപ്പിളുകൾ വാങ്ങി. ഓക്കെ, പ്രൈസ് കുറവായതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ ഞാൻ വാങ്ങി എന്ന് വെച്ചാൽ എൻ്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണ് അല്ലേ? വില കുറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ആപ്പിൾ വാങ്ങി, ആണല്ലോ. എന്നാൽ എൻ്റെ കൂട്ടുകാരൻ അവൻ എന്ത് ചെയ്തില്ല? കൂടുതൽ ആപ്പിൾ വാങ്ങിയില്ല. കാരണം എന്താണ്? എൻ്റെ കൂട്ടുകാരന് ആപ്പിൾ ഇഷ്ടമല്ല, അവനിഷ്ടം ഓറഞ്ച് ആണ്. ഓക്കെ, ആപ്പിൾ ഇഷ്ടമല്ല, ഓറഞ്ച് ആണ് അവന് ഇഷ്ടം. അപ്പൊ നിങ്ങൾ നോക്കൂ, അവന്റെ കാര്യത്തിൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണോ? അല്ല. അതെങ്ങനെ ശരിയാവും? ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആവണ്ടേ? എൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ്, അവന്റെ കാര്യത്തിൽ എന്താണ്? അത് ആപ്ലിക്കബിൾ അല്ല. അവൻ വില കുറഞ്ഞിട്ടും അത് കൂടുതൽ വാങ്ങിക്കുന്നില്ല. എന്താണ് കാര്യം? അവന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവന്റെ താല്പര്യങ്ങളും അഭിരുചിയും ആപ്പിളിനോടല്ല, മറിച്ച് ഓറഞ്ചിനോടാണ്. ഓക്കെ ആണല്ലോ? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വൺ ഓഫ് ദി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ചോദനത്തെ നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ആണല്ലോ. അപ്പോൾ പ്രൈസ് ഒഴികെ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വച്ചിട്ടില്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആവാതിരുന്നത്, അല്ലേ? അവൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വേറെ ഒന്നിനോടായിരുന്നു. എന്നാൽ അത് കോൺസ്റ്റന്റ് ആക്കി വെച്ചാലോ അവൻ്റെ കാര്യത്തിലും ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആയിരിക്കും, ആണല്ലോ. അപ്പോൾ സംശയം ഓക്കെ ആണല്ലോ? എന്തുകൊണ്ടാണ് ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ കാരണമെന്ന്? വെരി ഗുഡ്. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതിൽ QD ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് P പഠിച്ചു. ഇതിൽ ഒരാള് ഡിപ്പെൻഡന്റ് ഫാക്ടറാണ്, ആശ്രയിച്ച് നിൽക്കുന്ന ഘടകമാണ്. മറ്റൊരാളോ ഇൻഡിപെൻഡന്റ് ഫാക്ടറാണ്, സ്വതന്ത്ര ഘടകമാണ്. അതിന് മുന്നിൽ നോക്കിക്കേ, ഇത് നമ്മൾ എങ്ങനെയാ പറയാറ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കൊമോഡിറ്റി ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രൈസ് എന്നാണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാധനത്തിന്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവ് QD എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന്റെ വില, പ്രൈസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആരാണ് ആശ്രയിച്ച് നിൽക്കുന്ന ഘടകം, ആരാണ് സ്വതന്ത്ര ഘടകം? ഓഫ് കോഴ്സ് QD, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെടുന്ന അളവ്,
അതാണ് ആശ്രയിച്ച് നിൽക്കുന്ന ഘടകം, ഡിപ്പെൻഡന്റ് ഫാക്ടർ. ആരെയാണ് ഈ ക്യു ഡി ആശ്രയിച്ച് നിൽക്കുന്നത്? പ്രൈസിനെ, അല്ലേ? ഒരു സാധനത്തിന്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്? പ്രൈസിനെ, അല്ലേ? അപ്പോൾ ഇവിടെ പ്രൈസ് ആണ് ഇൻഡിപെൻഡന്റ് ഫാക്ടർ, സ്വതന്ത്ര ഘടകം. അപ്പോൾ നിങ്ങളെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവിടെ നിങ്ങളാണ് ഡിപ്പെൻഡന്റ് ഫാക്ടർ, നിങ്ങളാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. പാരന്റ്സോ, അവർ ഇൻഡിപെൻഡന്റ് ഫാക്ടർ ആണല്ലേ, അവർ സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യു ഡി ആണ് ഡിപ്പെൻഡന്റ് ഫാക്ടർ, ആശ്രയിച്ച് നിൽക്കുന്ന ഘടകം. പി പ്രൈസ് ആണ് ഇൻഡിപെൻഡന്റ് ഫാക്ടർ അല്ലെങ്കിൽ സ്വതന്ത്ര ഘടകം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന സമയത്ത് ഇൻഡിപെൻഡന്റ് ഫാക്ടർ ഏതാണ്? പ്രൈസ് ആണ്. പ്രൈസിനെ വേണം നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ പ്രൈസിലുണ്ടായ മാറ്റം എങ്ങനെയാണ് ക്യു ഡി ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടായത്, ആ രീതിയിൽ വേണം നിങ്ങൾ ലോ ഓഫ് ഡിമാൻഡ് ഡിഫൈൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ when price increases quantity demanded decreases and when price decreases quantity demanded increases. ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ലോ ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു? when other things remaining same price of commodity increases quantity demanded decreases and price of commodity decreases quantity demanded increases. നിങ്ങൾ കണ്ടോ, പ്രൈസിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം പ്രൈസ് ആണ് ഇൻഡിപെൻഡന്റ് ഫാക്ടർ. ഇൻഡിപെൻഡന്റ് ഫാക്ടറിനെ വേണം നിങ്ങൾ ആദ്യം പറയാൻ. അതിൽ വന്ന മാറ്റം എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് ഫാക്ടറായ ക്യു ഡിയിൽ മാറ്റമുണ്ടാക്കിയത്? ഓക്കെ ആണോ? ആ രീതിയിൽ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചേ, ഡിമാൻഡ് കർവ് ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, വൈ ആക്സിസിൽ പ്രൈസ് ആണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, പ്രൈസ് എപ്പോഴും വൈ ആക്സിസിലാണ് എഴുതേണ്ടത്. കാരണം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഫാക്ടർ ആണ്, സ്വതന്ത്ര ഘടകമാണ്, അല്ലേ? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസിനെ ആശ്രയിച്ചിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് നിൽക്കുന്നത്. എപ്പോഴും പ്രൈസ് ഏത് ആക്സിസിലായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. അത് മാറിപ്പോവരുത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഡിമാൻഡ് കർവ് ഡി ഡി ഞാൻ വരച്ചിട്ടുണ്ട്, പേര് കൊടുത്തു ഡി ഡി ആണെന്ന്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്താണ്? യെസ്, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് ആണ്. വെരി ഗുഡ്, ശരിയാണ്. നെക്സ്റ്റ്, വെരി ഗുഡ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കർവാണ്, അല്ലെങ്കിൽ സ്ലോപ്ഡ് ആയ കർവാണ്. രണ്ടും ശരിയാണ്. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഇസ് എ നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ഓർ ഡൗൺവേർഡ് സ്ലോപ്ഡ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത് വശത്ത് നിന്ന് താഴേക്ക് വലത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വക്രമാണ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചോദന വക്രം. ഓക്കെ ആണല്ലോ? ഇവിടെ ഞാൻ 3 പ്രൈസുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. P1, P2, P3 ആണ് പ്രൈസുകൾ. 3 ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അളവുകൾ കൊടുത്തിട്ടുണ്ട്. Q1, Q2, Q3 ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഏറ്റവും ഉയർന്ന പ്രൈസ് ഏതാണ്? ഓഫ് കോഴ്സ് P3 ആണ്, അല്ലേ? P3 ആണ് ഉയർന്ന പ്രൈസ്, ഹയർ പ്രൈസ്. പ്രൈസ് കൂടിയാൽ ആ പ്രൈസിന് എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്? Q1 ആണ്. Q1 ആണ്. കൊമോഡിറ്റി ഓറഞ്ച്, എക്സാമ്പിൾ ഒരു കൊമോഡിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ P3 ആണ് ഓറഞ്ചിന്റെ പ്രൈസ്, വളരെ കൂടിയ പ്രൈസ് ആണ്. P3 പ്രൈസിൽ എത്രയായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്? Q1 ആണ്. ഓക്കെ ആണല്ലോ? വില കൂടിയാൽ കുറച്ചേ സാധനങ്ങളെ വാങ്ങിക്കുള്ളൂ, അല്ലെ? വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ് നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, P3 പ്രൈസ് P2 ആയിട്ട് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞു. ഓറഞ്ചിന്റെ പ്രൈസ് P2 ആയിട്ട് കുറഞ്ഞു.
വില കുറഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കാം അല്ലേ? വെൻ പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. ചോദനം ചെയ്യപ്പെടുന്ന അളവ് വർദ്ധിക്കും. അപ്പോൾ P2 പ്രൈസിൽ എത്ര യൂണിറ്റ് ആണ് ഓറഞ്ച് വാങ്ങുന്നത്? Q2 യൂണിറ്റ് ആണ് അല്ലേ? Q2 ആണ് യൂണിറ്റ്. ഇനി വീണ്ടും പ്രൈസ് കുറഞ്ഞു, P2 നിന്ന് P1 ആയിട്ട് കുറഞ്ഞു. പ്രൈസ് വീണ്ടും കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വീണ്ടും വർദ്ധിക്കും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ P1 എന്ന പ്രൈസിൽ എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്? Q3. നിങ്ങൾ നോക്കൂ, ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണല്ലോ. പ്രൈസ് കൂടിയ സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് വളരെ കുറവായിരുന്നു. എന്നാൽ പ്രൈസ് ഏറ്റവും കുറവായപ്പോൾ, അതായത് P1 ആയപ്പോൾ എത്രയാണ്? Q3 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. P3 ആയപ്പോൾ Q1 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, P1 ആയപ്പോൾ Q3 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. സിമ്പിൾ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ആണ്. ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ് ഷെഡ്യൂൾ, ചോദന പട്ടിക. എ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ ഷോയിങ് various quantities of a particular commodity demanded at various prices, or it is a tabular representation which showing relationship between price of the particular commodity and its quantity demanded. ഒരു സാധനത്തിൻ്റെ വ്യത്യസ്ത വിലകളും അതിൻ്റെ ചോദനം ചെയ്യപ്പെട്ട അളവുകളും കാണിക്കുന്ന ഒരു പട്ടികയാണ് ചോദന പട്ടിക അല്ലെങ്കിൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ നമുക്ക് ആവശ്യമുണ്ട്. വി നോ ദാറ്റ് ഫോർ ഡ്രോയിങ് എനി കർവ് ഓർ ഗ്രാഫ് വി ഹാവ് ടു റിക്വയർ എ ഷെഡ്യൂൾ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഡിമാൻഡ് ഷെഡ്യൂൾ ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളം എന്താണ്? പ്രൈസ് ആണ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു വേരിയസ് പ്രൈസസ് അല്ലെങ്കിൽ വ്യത്യസ്ത വിലകളിൽ എന്നൊരു ടേം ഉപയോഗിച്ചു അല്ലേ? ഇവിടെ കൊമോഡിറ്റി എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് എന്ന സാധനത്തിന്റെ വിവിധ വിലകൾ, ഡിഫറെന്റ് പ്രൈസ് ആണ് ഞാൻ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിലോ ആ ഓരോ വിലയ്ക്കും വാങ്ങിക്കുന്ന എക്സ് എന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെടുന്ന അളവാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ നോക്കൂ, 10 രൂപയായപ്പോൾ 80 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, 20 ആയപ്പോൾ 70 ആണ്, 30 ആയപ്പോൾ 60 ആണ്, 40 ആയപ്പോൾ 50 ആണ്. നിങ്ങൾ ഈ ടേബിളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ച ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണോ? ആണ്, തീർച്ചയായിട്ടും ആപ്ലിക്കബിൾ ആണ്. കാരണം ഇവിടെ 10 ആണ് ഏറ്റവും കുറഞ്ഞ വില അല്ലേ? 10 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില. 10 രൂപയ്ക്ക് എത്രയായിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? 80 ആണല്ലേ? പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും ഹയർ പ്രൈസ് എത്രയാ? 40 രൂപ. 40 രൂപയ്ക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്? എക്സ് എന്ന സാധനത്തിന്റെ 50 അല്ലേ? കുറഞ്ഞു. ദാറ്റ് ഈസ് വെൻ പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ആൻഡ് വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിമാൻഡ് കർവ്, ചോദന വക്രം. എ ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ചോദന പട്ടികയുടെ ഗ്രാഫിക്കൽ രൂപമാണ് ചോദന വക്രം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളൂ. ഞാനൊരു ഡിമാൻഡ് കർവ് തന്നിട്ടുണ്ട്, ഒരു ചോദന വക്രം തന്നിട്ടുണ്ട്. ഡി ആണ് ഡിമാൻഡ് കർവ്, ചോദന വക്രം. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ഓർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് അല്ലെ? താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു വക്രമാണ് ചോദന വക്രം. ഹിയർ ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ എക്സ് ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എക്സ് ആക്സിസ് എന്തിനാണ് കാണിക്കുന്നത്? സാധനത്തിന്റെ ചോദനം ചെയ്യപ്പെട്ട അളവാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെന്റ് പ്രൈസ്. വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് എന്തിനെയാണ് കാണിക്കുന്നത്? പ്രൈസ്, സാധനത്തിന്റെ വിലയാണ് കാണിക്കുന്നത്.
വളരെ സിമ്പിളാണ്. ദർ ആർ 3 types ഓഫ് ഡിമാൻഡ് കർവ്സ്. ചോദന വക്രങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഉള്ളത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, വ്യക്തിഗത ചോദന വക്രം. നെക്സ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, കമ്പോള ചോദന വക്രം. തേർഡ് ലീനിയർ ഡിമാൻഡ് കർവ്, രേഖീയ ചോദന വക്രം. ഇത് 3 3 types ഓഫ് ഡിമാൻഡ് കർവ്. 3 തരം ചോദന വക്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമ്മൾ ഇനി എടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. എന്താണ് വ്യക്തിഗത ചോദന വക്രം? വളരെ സിമ്പിൾ ആയ ഒരു മീനിങ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. വ്യക്തിഗത ചോദന പട്ടികയുടെ ഗ്രാഫിക്കൽ രൂപമാണ് വ്യക്തിഗത ചോദന വക്രം. ഞാനിവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, വ്യക്തിഗത ചോദന പട്ടിക തന്നിട്ടുണ്ട്. കമോഡിറ്റി എക്സ് ആണെന്ന് വിചാരിക്കുക, സാധനം എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് കോളം എന്താണ് കാണിക്കുന്നത്? കൊമോഡിറ്റി എക്സിന്റെ, സാധനം എക്സിന്റെ ഡിഫറെന്റ് പ്രൈസസ്, വിവിധ വിലകളാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് കോളം എന്താണ്? ഓരോ വിലയിലുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഓരോ വിലയിലും ചോദനം ചെയ്യപ്പെടുന്ന അളവുകളാണ് സെക്കൻഡ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, ഈ വ്യക്തിഗത ചോദന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ എക്സ് ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എക്സ് ആക്സിസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിനെയാണ് കാണിക്കുന്നത്. വൈ ആക്സിസ് റെപ്രസെന്റ്സ് പ്രൈസ്. വൈ ആക്സിസ് വിലയാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പ്രൈസിനും കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണെന്ന് എക്സ് ആൻഡ് വൈ ആക്സിസ് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, കമ്പോള ചോദന വക്രം. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. കമ്പോള ചോദന പട്ടികയുടെ ഗ്രാഫിക്കൽ രൂപമാണ് കമ്പോള ചോദന വക്രം. ഞാൻ ഇവിടെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, കമ്പോള ചോദന പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. 3 കൺസ്യൂമേഴ്സ് ആണുള്ളത്. മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രാജു, രാമു, രാധ, ഇവർ 3 പേരുമാണ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ. രാജുവിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എ, ക്യാപിറ്റൽ ലെറ്റർ എ. രാമുവിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ബി. രാധയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സി. ഓക്കെ ആണല്ലോ. ഇവിടെ കൊമോഡിറ്റി എക്സ് ആണ്, സാധനം എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് കോളം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രൈസ്, ഡിഫറെന്റ് പ്രൈസസ് ഓഫ് കൊമോഡിറ്റി എക്സ്. എക്സ് എന്ന സാധനത്തിന്റെ വ്യത്യസ്ത വിലകളാണ്. രണ്ടാമത്തെ കോളം എന്താണ് കാണിക്കുന്നത്? ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന കൺസ്യൂമർ, അതായത് രാജു എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ഡി എ എന്ന് പറഞ്ഞാൽ എ എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ്. പ്രീവിയസ് ക്ലാസ്സിൽ മാർക്കറ്റ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, അവിടെ ക്യു ഡി എ എന്നായിരുന്നു, ഇവിടെ ഡി എ. രണ്ടും ഒരേ കാര്യമാണ് കേട്ടോ. ക്യു ഡി എ എന്ന് പറഞ്ഞാലും ഡി എ എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം കാര്യമാണ്, ഒരേ കാര്യമാണ്. കൺഫ്യൂഷന്റെ ഒരാവശ്യവും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ കോളം എന്താണ്? ഡി എ. എ എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ഓരോ വിലയിലും വാങ്ങിയ അളവാണ്. ഡി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ഓരോ വിലകളിലും ഉള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഡി ബി എന്ന് പറഞ്ഞാൽ. ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, സി എന്ന കൺസ്യൂമറുടെ ചോദനം ചെയ്യപ്പെട്ട അളവ്. ഏത് സാധനം? കൊമോഡിറ്റി എക്സ്.
ഓക്കെ ആണല്ലോ, അത് മറന്നു പോകരുത് കേട്ടോ. സാധനം എക്സിന്റെ വിവിധ വിലകളാണ് കൊടുത്തിരിക്കുന്നത്. ആ വിലകളിൽ വാങ്ങുന്ന അളവ് അല്ലെങ്കിൽ ചോദനം ചെയ്യുന്ന അളവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. വ്യക്തിഗത ചോദനത്തിന്റെ ആകെ തുകയാണ് കമ്പോള ചോദനം ആണല്ലോ. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എ പ്ലസ് ഡി ബി പ്ലസ് ഡി സി. ഓക്കെ, ഡി എ പ്ലസ് ഡി ബി പ്ലസ് ഡി സി. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ പ്രൈസ് 10 ആയിരുന്നു. 10 കണ്ടുപിടിച്ചേ 8 പ്ലസ് 20 പ്ലസ് 15 എത്ര കിട്ടും? 43. അടുത്ത പ്രൈസ് എത്രയാ? 20. 6 പ്ലസ് 14 പ്ലസ് 12 എത്ര കിട്ടും? 32 ആണ് മാർക്കറ്റ് ഡിമാൻഡ്. അങ്ങനെ ഓരോ പ്രൈസിന്റെയും മാർക്കറ്റ് ഡിമാൻഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. 22, 8. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? കമ്പോള ചോദനം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഫ്രം ദിസ് ഷെഡ്യൂൾ ഡ്രോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഈ ഷെഡ്യൂളിൽ നിന്ന് വ്യക്തിഗത ചോദന വക്രവും കമ്പോള ചോദന വക്രവും വരയ്ക്കുക. എന്ന് വെച്ചാൽ രാജുവിന്റെ ഡിമാൻഡ് കർവ്, രാമുവിന്റെ ഡിമാൻഡ് കർവ്, രാധയുടെ ഡിമാൻഡ് കർവ്, ഓരോരുത്തരുടെയും ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, വ്യക്തിഗത ചോദന വക്രം വരയ്ക്കുക. പിന്നെയോ അവസാനം നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് കർവ്, കമ്പോള ചോദന വക്രം. ഇതെല്ലാം ഒരേ ഗ്രാഫിലാണ് വരയ്ക്കേണ്ടത്. ഓൾ ദിസ് ഡിമാൻഡ് കർവ് ഷോസ് ഓൺ സെയിം സെറ്റ് ഓഫ് ഗ്രാഫ്. ഓക്കെ, ഒരേ ഗ്രാഫിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ് എന്താണ് കാണിക്കുന്നത്? ആസ് യൂഷ്വൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസ് എന്തിനാണ് കാണിക്കുന്നത്? പ്രൈസ് ആണ് അല്ലെ? വിലയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ പ്രൈസിലുമുള്ള ഡി എ എന്ന് വെച്ചാൽ എ എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആദ്യം ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. അതിനുശേഷം അതെല്ലാം എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കെയിൽ ഉപയോഗിക്കരുത്. ഫ്രീ ഹാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, സ്കെയിലിന്റെ സഹായം ഇല്ലാതെ വേണം ആ ഓരോ പോയിന്റുകളും നിങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഓരോ പ്രൈസിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഡി എ എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരയ്ക്കുക. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഓരോ പ്രൈസിലുള്ള ഡി ബി എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരയ്ക്കുക. അതും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. സ്കെയിൽ ഉപയോഗിക്കാതെ ആ പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുക. നെക്സ്റ്റ്, ഓരോ പ്രൈസിലുള്ള ഡി സി എന്ന കൺസ്യൂമറുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരയ്ക്കുക. അതും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുക, സ്കെയിലിന്റെ സഹായമില്ലാതെ, വിത്തൗട്ട് യൂസിങ് സ്കെയിൽ. ഓക്കെ, അങ്ങനെ 3 ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് നിങ്ങൾക്ക് കിട്ടും. ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോഴും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. ഇപ്പോൾ ഡി എ എന്ന കൺസ്യൂമറുടെ ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ് നിങ്ങൾ വരച്ചതെങ്കിൽ ആ കർവിന് എന്ത് കൊടുക്കണം? താഴെ ഡി എ എന്ന് കൊടുക്കണം. ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബി എന്ന കൺസ്യൂമറുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ അതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡി ബി എന്ന് പേര് കൊടുക്കണം. ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. സി എന്ന കൺസ്യൂമർ, മൂന്നാമത്തെ കൺസ്യൂമറായ സി എന്ന കൺസ്യൂമറുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് വരച്ച ശേഷം ഡി സി എന്ന് അതിന് പേര് കൊടുക്കണം. ഓക്കെ ആണല്ലോ. 3 ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഇനിയാണ് നമ്മൾ അടുത്തത് എന്ത് വരയ്ക്കേണ്ടത്? മാർക്കറ്റ് ഡിമാൻഡ് കർവ്. എന്ന് വെച്ചാൽ ഓരോ പ്രൈസിലുമുള്ള മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്, കമ്പോള ചോദനം എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. 10 ആയപ്പോൾ എത്രയായിരുന്നു മാർക്കറ്റ് ഡിമാൻഡ്? 43. 20 രൂപയായപ്പോൾ 32. 30 രൂപയായപ്പോൾ 22. 40 രൂപയായപ്പോൾ 8 എന്നിങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ വൈ ആക്സിസിന് കറസ്പോണ്ടന്റ് ആയിട്ട് എക്സ് ആക്സിസ് അടയാളപ്പെടുത്തുക. അപ്പോൾ
ഒരേ ഗ്രാഫിൽ നിങ്ങൾക്ക് 4 കർവുകളാണ് കിട്ടുക. ഏതൊക്കെയാണ്? 3 ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, 3 വ്യക്തിഗത ചോദന വക്രങ്ങളും ഒരു കമ്പോള ചോദന വക്രവും, മാർക്കറ്റ് ഡിമാൻഡ് കർവും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ, രേഖീയ ചോദന ധർമ്മം. ഡിമാൻഡ് കർവ് എന്താണെന്നും അതിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിമാൻഡ് കർവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെന്റ് പ്രൈസ്. നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ഓർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഡിമാൻഡ് കർവ്, നമുക്ക് അറിയാം. എന്നാൽ ചില സിറ്റുവേഷനിൽ ഹൊറിസോണ്ടൽ ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു നേർരേഖയായിരിക്കും ഡിമാൻഡ് കർവ്. ഇവിടെ നിങ്ങൾ നോക്കൂ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഈ ഡിമാൻഡ് കർവ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷേ ചില സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് കൂട്ടിമുട്ടി നിൽക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു നേർരേഖയായിരിക്കും. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെന്റ് പ്രൈസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന, കൂട്ടിമുട്ടി നിൽക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, അല്ലെ? ഒരു നേർരേഖയാണ് ഇത്. ഇതൊരു തരം ഡിമാൻഡ് കർവ് ആണ്. ഇത്തരം ഡിമാൻഡ് കർവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഡിമാൻഡ് കർവ്, രേഖീയ ചോദന വക്രം. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിമാൻഡ് കർവ് ആണ് ലീനിയർ ഡിമാൻഡ് കർവ്. ഇതുപോലെയുള്ള ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ബജറ്റ് ലൈൻ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈൻ ആയിരുന്നു ബജറ്റ് ലൈൻ. ബട്ട് എക്സ് ആൻഡ് വൈ ആക്സിസിലെ റെപ്രസെന്റേഷൻ മാത്രമേ വ്യത്യാസം ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, എക്സാമിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ലീനിയർ ഡിമാൻഡ് കർവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ രേഖീയ ചോദന ധർമ്മം. The linear demand function can be written as QDX equal to A minus BPX. എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. QDX equal to A minus BPX. QDX എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് കൊമോഡിറ്റി. സാധനം എക്സ്, ഓക്കെ, ഞാൻ സാധനം എക്സ് ആയിട്ട് എടുക്കുന്നു. സാധനം എക്സിന്റെ ചോദനം ചെയ്യപ്പെടുന്ന അളവാണ് QDX എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് എ എന്ന് പറഞ്ഞാൽ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ്, ചെരിവിനെയാണ് മൈനസ് ബി എന്ന് പറയുന്നത്. പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി. സാധനം എക്സിന്റെ വിലയാണ് പി എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഒരു തവണ കൂടെ നോക്കിക്കേ, ലീനിയർ ഡിമാൻഡ് കർവ്, ഒരു സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ എ എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതേതാണ്? എ എന്ന പോയിന്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എ ബൈ ബി ആണ്. എ ഡിവൈഡഡ് ബൈ ബി ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. നിങ്ങൾ അത്ര ഓർത്ത് വെക്കുക. ഓക്കെ, നിങ്ങളോട് ഈ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ ചോദിക്കുള്ളൂ. ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ മൈനസ് ബി, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. ചോദ്യത്തിൽ നിങ്ങൾക്ക് തരും എത്രയാണ് എ, എത്രയാണ് മൈനസ് ബി എന്ന് ചോദ്യത്തിൽ തരും. കൂടെ പ്രൈസും, ഒരു കൊമോഡിറ്റിയുടെ ഡിഫറൻറ്റ് പ്രൈസും തരും. എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാം. ഇനി ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യു ഡി എക്സ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ്. ക്യു ഡി എക്സ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ് ആണ്. ഓക്കെ ആണല്ലോ, ആ കാര്യം മനസ്സിൽ വേണം. ചോദ്യം ഇതാണ്, കൊമോഡിറ്റി എക്സ്, സാധനം എക്സിന്റെ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ചോദന ധർമ്മമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ക്യു ഡി എക്സ് ഈക്വൽ ടു 50 മൈനസ് 4px. എന്തായിരുന്നു? ക്യു ഡി എക്സ് ഈക്വൽ ടു 50 മൈനസ് 4px. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്? 50 എന്ന് പറഞ്ഞാൽ അതെന്താണ്? നോക്കിക്കേ, എ ആണ് അല്ലേ? എയുടെ പൊസിഷനിലാണ് 50 ഇരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 50. മൈനസ് ബിയും തന്നിട്ടുണ്ട് അല്ലെ? മൈനസ് ബിയും തന്നിട്ടുണ്ട്. എത്രയാണ്? -4 അല്ലെ? മൈനസ് ബിയുടെ പൊസിഷനിലാണ് -4 ഇരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എയും മൈനസ് ബിയും തന്നിട്ടുണ്ട്. എ 50 ആണ്, മൈനസ് ബി -4 ആണ്. ഓക്കെ, ഇനി ഡിഫറെന്റ് പ്രൈസസ്. ഇക്വേഷനിൽ പ്രൈസ് തന്നിട്ടുണ്ടോ? ഇല്ല, എയും മൈനസ് ബിയും മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 പ്രൈസുകളാണുള്ളത്. കൊമോഡിറ്റി എക്സിന്റെ 4 പ്രൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. ₹3, 4, 5 ആൻഡ് 6. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഓരോ വിലകളും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ പി എക്സ്, പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി, ആ പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലെ ഓരോ വിലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ എയും മൈനസ് ബിയും തരും, എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രൈസുകളും താഴെ തരും. ആ പ്രൈസുകൾ ഇക്വേഷനിലേക്ക്, ഈ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം 2 കോളങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം എന്താണ്? ഡിഫറെന്റ് പ്രൈസസ് ഓഫ് എക്സ് കൊമോഡിറ്റി, സാധനം എക്സിന്റെ വിവിധ വിലകൾ ഏതൊക്കെയാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 3, 4, 5, 6. ഇതാണ് ഡിഫറെന്റ് പ്രൈസ് ഓഫ് കൊമോഡിറ്റി എക്സ്. സെക്കൻഡ് കോളം എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. കൊമോഡിറ്റി എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെടുന്ന അളവ്. അവിടെയുള്ള ആ ഡിമാൻഡ് ഫംഗ്ഷൻ എത്രയാണ്? ക്യു ഡി എക്സ് ഈക്വൽ ടു 50 മൈനസ് 4px ആണ്. ദാറ്റ് ഈസ് 50 മൈനസ് 4px ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ പ്രൈസ് എത്രയാ? 3 ആണല്ലോ. ആ ഇക്വേഷനിൽ കൊടുത്തേ 50 മൈനസ് 4 ഇൻറ്റു 3. എങ്ങനെ 3 കിട്ടിയത്? പി എക്സ്, ഒന്നാമത്തെ പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി എത്രയാണ്? 3 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പി എക്സിന്റെ സ്ഥാനത്ത് ഈ 3 എന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50 മൈനസ് 4 ഇൻറ്റു 3. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? 50 മൈനസ് 4 ഇൻറ്റു 3. അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടില്ല. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ബോർഡ് മാസ് റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? +1 സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച സമയത്ത് ബോർഡ് മാസ് റൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഗുണനമാണ് ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ട് വേണം അത് മൈനസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? 4 ഇൻറ്റു 3 എത്രയാ? 12. 50 മൈനസ് 12 38. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് പ്രൈസ് എത്രയാ? 4. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? പി എക്സിന്റെ സ്ഥാനത്ത് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം ഈ ഫംഗ്ഷൻ നമുക്ക്? 50 മൈനസ് 4 ഇൻറ്റു 4 എന്ന് എഴുതാം. ഉത്തരം എത്രയാ? 34. 4 ഗുണിക്കണം 4 16 ആണ്. 50-ൽ നിന്ന് 16 കുറച്ചാൽ 34 ആണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓരോ പ്രൈസുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിമാൻഡ് ഫംഗ്ഷൻ 50 മൈനസ് 4px px സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു ഷെഡ്യൂൾ. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളായ കാര്യമാണ്. ഇനി ഈ ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വെർട്ടിക്കൽ ആക്സിസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രൈസ് ആണ്. ഇവിടെ y ആക്സിസിന് കറസ്പോണ്ടന്റ് ആയിട്ട് വേണം x ആക്സിസ് നിങ്ങൾ മാർക്ക് ചെയ്യാൻ. അതായത് ഓരോ പ്രൈസിനും കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ്
ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്യുക, അതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഡിമാൻഡ് കർവാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യമാണ്, രണ്ട് ഫാമിലിയുടെ ഡിമാൻഡ് ഫങ്ഷൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ. ഫാമിലി 1 ആൻഡ് ഫാമിലി 2. ഒന്നാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഫംഗ്ഷൻ QDX ഈക്വൽ ടു 80 മൈനസ് 10 PX ആണ്. 80 മൈനസ് 10 PX ആണ് ഒന്നാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഫംഗ്ഷൻ QDX ഈക്വൽ ടു 100 മൈനസ് 15 PX. ഡിഫറെന്റ് പ്രൈസസ് ഓഫ് കമോഡിറ്റി ഗിവൺ 1, 2, 3, 4 ആൻഡ് 5. സാധനത്തിന്റെ വിവിധ വിലകളാണ് കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 1, 2, 3, 4, 5. ഇതാണ് സാധനത്തിന്റെ വിവിധ വിലകൾ. ഇവിടെ രണ്ട് ഡിമാൻഡ് ഫംഗ്ഷൻ ഫാമിലി 1 ആൻഡ് ഫാമിലി 2. ഇതിൽ രണ്ടിലും A ആൻഡ് മൈനസ് ബി തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണ് അല്ലെ? രണ്ട് ഫംഗ്ഷനിലും A ആൻഡ് മൈനസ് ബി തന്നിട്ടുണ്ട്. എന്താണ് തരാത്തത്? PX ആണ് തരാത്തത്. ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി. സാധനം എക്സിന്റെ വിലയാണ് തരാത്തത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ പ്രൈസ് 1, 2, 3, 4, 5 ഈ പ്രൈസുകൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഓരോ ഡിമാൻഡ് ഫംഗ്ഷനിലും PX-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. നേരത്തെ ചെയ്ത അതേ ചോദ്യത്തിന്റെ പോലെ തന്നെയാണ്. ഇവിടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ A ആണ്. കൺസ്ട്രക്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഫോർ ഫാമിലി 1 ആൻഡ് ഫാമിലി 2. ഒന്നാമത്തെ ഫാമിലിക്കും രണ്ടാമത്തെ ഫാമിലിക്കും വ്യക്തിഗത ചോദന പട്ടിക തയ്യാറാക്കുക. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് A ചോദ്യം. നോക്കിക്കോളൂ. ഫാമിലി 1 കാണിച്ചിട്ടുണ്ട്, 2 കോളം കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. ഫസ്റ്റ് കോളം എന്താണ്? പ്രൈസസ് ആണ്. 1, 2, 3, 4, 5. സെക്കൻഡ് കോളം എന്താണ്? ഫാമിലി 1. ഒന്നാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എത്രയാണ്? QDX ഈക്വൽ ടു 80 മൈനസ് 10 PX ആണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ PX-ന്റെ സ്ഥാനത്ത് ഓരോ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എങ്ങനെ വരും? 80 മൈനസ് 10 ഇൻറ്റു 1. ഒന്നാമത്തെ പ്രൈസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണ്? 80 മൈനസ് 10 ഇൻറ്റു 1. 10 ഇൻറ്റു 1 എത്രയാ? 10 ആണ്. 80 മൈനസ് 10 70 ആണ്. അങ്ങനെ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്ത പോലെ ഒന്നാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സിമ്പിൾ ആണ്. PX-ന്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? ഓരോ പ്രൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫാമിലി ഫസ്റ്റിന്റെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ കിട്ടും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാമിലി സെക്കൻഡ് രണ്ടാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് ഷെഡ്യൂളും കണ്ടുപിടിക്കുക. അവിടുത്തെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? QDX ഈക്വൽ ടു 100 മൈനസ് 15 PX ആണ്. അവിടെ PX-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഓരോ പ്രൈസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രൈസ് എത്രയാ? 1 ആണ്. അപ്പോൾ എന്തായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? 100 മൈനസ് 15 ഇൻറ്റു 1. PX-ന്റെ സ്ഥാനത്ത് ഓരോ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിലകൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ തരും. ഇവിടെ തന്ന പോലെ ചോദ്യത്തിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായ കാര്യമാണ്. ഇനി സബ് ക്വസ്റ്റ്യൻ B. ഈ രണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിമാൻഡ് കർവുകൾ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. അതാണ് B ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ഡിമാൻഡ് കർവുകളും ഒരേ സെറ്റ് ഓഫ് ആക്സിസിലാണ്, ഒരേ ഗ്രാഫിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ രണ്ട് ഡിമാൻഡ് കർവുകളാണ് ഉള്ളത്. ഒന്ന് ഫാമിലി 1, അനദർ ഈസ് ഫാമിലി 2. ഓരോ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിന്റെ X ആൻഡ് Y ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതി വെക്കാൻ മറക്കരുത്. ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെന്റ് പ്രൈസ്. എന്നിട്ട് ഈ ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫാമിലി 1 ഒന്നാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് കർവ് വരയ്ക്കുക. എന്നിട്ട് അതിന് എന്ത് പേര് കൊടുക്കണം? ഫാമിലി 1 എന്ന് കൊടുക്കണം. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരയ്ക്കേണ്ട ഡിമാൻഡ് കർവ് ഏതാണ്? ഫാമിലി സെക്കൻഡ് രണ്ടാമത്തെ ഫാമിലിയുടെ ഡിമാൻഡ് കർവാണ്. അതും അതേ ഗ്രാഫിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫാമിലി 2 എന്ന് പേര് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഈ
ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. വൈ ഡസ് ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ്? വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? നെക്സ്റ്റ്, വൈ ഡസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? എന്തുകൊണ്ടാണ് ചോദന വക്രം ഇടത്തുനിന്ന് താഴോട്ട് വലതുവശത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് പഠിച്ച സമയത്ത് ഈ രണ്ട് സംശയങ്ങൾ ഉണ്ടായി കാണും. ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. രണ്ട് റീസൺസ് ആണ് ഇതിനുള്ളത്. എന്തുകൊണ്ടാണ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രതിസ്ഥാപന പ്രഭാവം. നെക്സ്റ്റ്, ഇൻകം ഇഫക്റ്റ്, വരുമാന പ്രഭാവം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴേക്ക് ചരിഞ്ഞു നിൽക്കുന്നതും അതുപോലെ വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നതും ഇൻക്രീസ് ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് പ്രൈസ് ഇഫക്റ്റ്? എന്താണ് വില പ്രഭാവം? ഇറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാവുന്ന മാറ്റത്തെയാണ് വില പ്രഭാവം അല്ലെങ്കിൽ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഇഫക്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. ഈ വില പ്രഭാവത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, പ്രതിസ്ഥാപന പ്രഭാവമെന്നും വരുമാന പ്രഭാവമെന്നും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് രണ്ട് പേരുകൾ പഠിച്ചു. എന്താണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? എന്താണ് പ്രതിസ്ഥാപന പ്രഭാവം? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചിരുന്നു? യെസ്, ടീ ആൻഡ് കോഫി. ആ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്, പ്രതിസ്ഥാപന വസ്തുക്കളാണ്. ഓക്കെ, ഞാനിവിടെ കൊമോഡിറ്റി എക്സ്, സാധനം എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ടീ ആണ്, ചായ ആണ്. കൊമോഡിറ്റി വൈ, സാധനം വൈ ആയിട്ട് എടുത്തിട്ടുള്ളത് കോഫിയാണ്. അസ്യൂം ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ചായയുടെ വില 10 രൂപയാണ്. ചായയുടെ വില 10 രൂപയാണ്. കോഫിയുടെ വില 15 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ പ്രതിസ്ഥാപന വസ്തുവിൽ ഏതിനാണ് വില കുറവ്? ചായക്കാണ് വില കുറവ് അല്ലെ? കോഫിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചായക്കാണ് വില കുറവ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യും? ചായ ആയിരിക്കും കൂടുതലായിട്ട് വാങ്ങുന്നത്. കാരണം കമ്പയർഡ് ടു കൊമോഡിറ്റി വൈ, കൊമോഡിറ്റി എക്സ് ഈസ് ലെസ് കോസ്റ്റ്ലി ഓർ ചീപ്പർ. കൊമോഡിറ്റി വൈ കോഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചായയാണ് വില കുറവ്. അതുകൊണ്ട് കൺസ്യൂമർ എന്ത് ചെയ്യും? ചായ കൂടുതലായിട്ട് വാങ്ങിക്കും. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രതിസ്ഥാപന പ്രഭാവം എന്ന് പറയുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ, പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിന്റെ വില കുറഞ്ഞാൽ അതിന്റെ കൂടുതൽ അളവുകൾ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നു, വാങ്ങിക്കുന്നു. ഓക്കെ, ഡിമാൻഡ് വർദ്ധിക്കുന്നു. സിമ്പിൾ ആണ്. രണ്ടാമത്തെ റീസൺ എന്തായിരുന്നു? ഇൻകം ഇഫക്റ്റ്, വരുമാന പ്രഭാവം. ഇവിടെ കൊമോഡിറ്റി എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. സാധനം എക്സ് ആണ് ഞാൻ എടുക്കുന്നത്. പ്രൈസ് ഓഫ് കൊമോഡിറ്റി എക്സ് ഡിക്രീസസ്, ദ റിയൽ ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസസ്. കൊമോഡിറ്റി എക്സ്, സാധനം എക്സിന്റെ വില കുറഞ്ഞാൽ ഉപഭോക്താവിന്റെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നു. യഥാർത്ഥ വരുമാനം, റിയൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസിംഗ് പവർ ആണ്, വാങ്ങൽ ശേഷി. വരുമാനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ആ വരുമാനം ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം? നമ്മുടെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ, അതിനെയാണ് റിയൽ ഇൻകം, യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ, when price of a commodity decreases, the real income of consumer is increases. ഉപഭോക്താവിന്റെ യഥാർത്ഥ വരുമാനം അല്ലെങ്കിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്?
നിങ്ങൾക്ക് പൈസ തരാറുണ്ട് അല്ലേ? മിഠായി വാങ്ങിക്കാൻ പൈസ തരാറുണ്ട്. ഓക്കെ, ഒരു 10 രൂപയാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കുക. എന്നും നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങി കഴിക്കാറുണ്ട്. 5 രൂപയുടെ ചോക്ലേറ്റ് ആണ് വാങ്ങി കഴിക്കാറ്. നിങ്ങൾക്ക് എത്ര എണ്ണം വാങ്ങിക്കാം 10 രൂപയ്ക്ക്? 2 എണ്ണം വാങ്ങിക്കാം അല്ലേ? 5 രൂപയുടെ ചോക്ലേറ്റ് 2 എണ്ണം വാങ്ങിക്കാം. ഇതുവരെ നിങ്ങൾ അങ്ങനെയായിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് ഒരിക്കൽ ചെന്നപ്പോഴാണ് ചോക്ലേറ്റിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. 5 രൂപയിൽ നിന്ന് 2.5 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങിക്കാം? 4 ചോക്ലേറ്റ് വാങ്ങിക്കാം അല്ലേ? 2 എണ്ണം വാങ്ങിയ സ്ഥാനത്ത് ഇപ്പോൾ 4 എണ്ണം വാങ്ങിക്കാം. നിങ്ങളുടെ പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷി വർദ്ധിച്ചു. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് വാങ്ങാനുള്ള ശേഷി എന്ത് ചെയ്യും? വർദ്ധിക്കും. ഞാൻ പറഞ്ഞ ചോക്ലേറ്റിന്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ നമുക്ക് കാര്യം. അപ്പോൾ 2 റീസൺസ് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിട്ട് ഇരിക്കുന്നത്. 2 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്, പ്രതിസ്ഥാപന പ്രഭാവം, വരുമാന പ്രഭാവം. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.